ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിത്ത് മീ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് വില്യം കരോൾസ് വില്യംസ് എഴുതിയ ദ വിഡോസ് ലാമെന്റ് ഇൻ സ്പ്രിംഗ് ടൈം എന്ന കവിതയുടെ സമ്മറിയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് ഒട്ടും ലേറ്റ് ആക്കാതെ തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നമ്മൾ നോക്കുന്നത് എഴുത്തുകാരനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങളാണ്. വില്യം കരോൾസ് വില്യംസ്. അദ്ദേഹം ജനിക്കുന്നത് സെപ്റ്റംബർ 17, 1883 മരണപ്പെടുന്നത് മാർച്ച് 4, 1963. ഹി വാസ് എൻ അമേരിക്കൻ പോയറ്റ്, റൈറ്റർ ആൻഡ് ഫിസീഷ്യൻ ക്ലോസ്ലി അസോസിയേറ്റഡ് വിത്ത് മോഡേണിസം ആൻഡ് ഇമേജിനിസം. ഇദ്ദേഹം അമേരിക്കൻ പോയറ്റാണ്, എഴുത്തുകാരൻ, റൈറ്ററാണ്, അതുപോലെ ഫിസീഷ്യനാണ്. ഓക്കെ, ക്ലോസ്ലി അസോസിയേറ്റഡ് വിത്ത് മോഡേണിസം ആൻഡ് ഇമേജിനിസം. മോഡേണിസവും ഇമേജിനിസവും രണ്ട് ലിറ്ററലി മൂവ്മെൻ്റ് ആണ്. ഇനി അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് വർക്ക്സ് നോക്കുകയാണെങ്കിൽ, ദിസ് ഈസ് ജസ്റ്റ് ടു സേ, ദ റെഡ് വീൽ ബാരോ, ദ ഗ്രേറ്റ് ഫിഗർ. ഇപ്പം നമ്മൾ പഠിക്കുന്ന ദ വിഡോസ് ലാമെന്റ് ഇൻ സ്പ്രിംഗ് ടൈം അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം. അദ്ദേഹത്തിൻ്റെ കളക്ഷൻ ഓഫ് സോർ ഗ്രേപ്സിൽ 1921 ഈ ഒരു കവിത പബ്ലിഷ് ചെയ്തേക്കുന്നത്. ഒരു വിഡോ, അതായത് ഒരു വിധവയാണ് നമുക്ക് ഈ കവിതയിൽ കാണാൻ സാധിക്കുന്നത്. അവരുടെ സങ്കടങ്ങളാണ് ഈ കവിതയിൽ ഉടനീളമുള്ളത്. ദ വിഡോസ് ലാമെന്റ് ഇൻ സ്പ്രിംഗ് ടൈം. ലാമെന്റ് ഈസ് എൻ എക്സ്പ്രഷൻ ഓഫ് ഗ്രിഫ് ഓർ സോറോ, അല്ലേ? ലാമെന്റ് എന്ന് വെച്ചാൽ വിലാപം എന്നാണ് അർത്ഥം. അതെന്തിൻ്റെ എക്സ്പ്രഷനാണ്? ഗ്രിഫ് ഓർ സോറോ. ദിസ് ഈസ് എ ഡ്രമാറ്റിക് മോണോലോഗ്. ഇതൊരു ഡ്രമാറ്റിക് മോണോലോഗാണ്. ഇനി നമുക്ക് കവിതയുടെ കുറച്ച് പോർഷൻസ് വായിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. സോറോ ഈസ് മൈ ഓൺ യാർഡ് വേർ ദ ന്യൂ ഗ്രാസ് ഫ്ലെയിംസ് ആസ് ഇറ്റ് ഹാസ് ഫ്ലെയിംഡ് ഓഫൻ ബിഫോർ ബട്ട് നോട്ട് വിത്ത് ദ കോൾഡ് ഫയർ ദാറ്റ് ക്ലോസസ് അറൗണ്ട് മീ ദിസ് ഇയർ. 35 years I lived with my husband. കവിതയുടെ ആദ്യ വരികളിൽ ഈയിടെ ഭർത്താവ് മരണപ്പെട്ട സ്ത്രീയുടെ ദുഃഖമാണ് പറയുന്നത്. അവരുടെ ദുഃഖത്തെ സ്പ്രിംഗ് സീസണിലുള്ള അവരുടെ വീടിൻ്റെ മുറ്റവുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. സ്പ്രിംഗ് സീസൺ എന്നാൽ വസന്തകാലമാണ്. ആ സീസണിലാണ് പൂക്കളൊക്കെ വിരിഞ്ഞ് ഭൂമി പൂത്തുലഞ്ഞു നിൽക്കുന്നത്. സോറോ ഈസ് മൈ ഓൺ യാർഡ് വേർ ദ ന്യൂ ഗ്രാസ് ഫ്ലെയിംസ് ആസ് ഇറ്റ് ഹാസ് ഫ്ലെയിംഡ്. ഇവിടെ എന്താണ് പറയുന്നത്? പുൽത്തകിടി വേഗത്തിലും ഉജ്ജ്വലമായും വളരുന്ന പുൽത്തകിടിയിൽ എനിക്ക് വിഷാദം തോന്നുന്നു. ഓക്കെ, അവരുടെ വീടിൻ്റെ യാർഡിൽ എന്താണ്, പുൽത്തകിടുകളുണ്ട്. അത് വേഗത്തിലും നല്ല എന്താ പറയുക, ഉഷാറോടെ എന്നൊക്കെ പറയില്ലേ, അതുപോലെ നല്ല ആരോഗ്യത്തോടെയൊക്കെ എന്താണ് വളർന്നു നിൽക്കുന്നു. പക്ഷെ അത് കാണുമ്പോഴും എനിക്കെന്താണ് തോന്നുന്നത്? വിഷാദമാണ് തോന്നുന്നത്. ഇത് മുൻപ് പലതവണ ഈ രീതിയിൽ വളർന്നിട്ടുണ്ട്. അതായത് പുൽത്തകിടുകൾ ഇതേ ഉഷാറോടെ, ഓക്കെ, ഇതേ വളർച്ചയോടെ പല തവണയും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ വർഷം എനിക്ക് അനുഭവപ്പെടുന്നത് വേദനയുടെയും മരവിപ്പിൻ്റെയും മിശ്രിതമാണ്. ഓക്കെ, ഒരിക്കലും അവർ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു വിഷാദം, ഒരു വിഷമാണ് അവർക്കുള്ളത്. ആ സ്ത്രീക്ക് ചുറ്റും ഇപ്പോൾ ഉള്ളത് തീജ്വാലകളാണ്. അവളുടെ മാനസികാവസ്ഥ അല്ലെങ്കിൽ അവളുടെ ജീവിതം പണ്ടത്തേതിൽ നിന്നും ഇപ്പോൾ വ്യത്യസ്തമാണ്. കാരണം അവളുടെ ഹസ്ബൻഡ് ഇപ്പോൾ കൂടെയില്ല, അയാൾ മരണപ്പെട്ടു. കഴിഞ്ഞ 35 വർഷം അവർ രണ്ടുപേരും ഒരുമിച്ചായിരുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. ഹസ്ബൻഡ് മരിച്ചതിന് ശേഷം അവളുടെ ലോകം തന്നെ മാറിപ്പോയി. ഇവിടെ കോൾഡ് ഫയർ എന്നാണ് തണുപ്പിനെ പറയുന്നത്. ദ പ്ലം ട്രീ ഈസ് വൈറ്റ് ടുഡേ വിത്ത് masses ഓഫ് ഫ്ലവേഴ്സ്. masses ഓഫ് ഫ്ലവേഴ്സ് load the cherry branches and color some bushes yellow and some red. But the grief in my heart is stronger than they, for through they were my joy. Formerly, today I notice them and turn away forgetting. സ്പീക്കർ ഒരു പ്ലം മരത്തെക്കുറിച്ചും അവളുടെ ചുറ്റും വിരിയുന്ന വിവിധ പൂക്കളെക്കുറിച്ചുമാണ് വിവരിക്കുന്നത്. പൂക്കളെല്ലാം തന്നെ കഴിഞ്ഞ സ്പ്രിംഗ് സീസണിൽ എങ്ങനെയാണോ വിരിഞ്ഞത് അതുപോലെ തന്നെയാണ് ഈ സീസണിലും ഉള്ളത്. പക്ഷേ അവ ഒന്നും തന്നെ അവൾക്ക് സന്തോഷം നൽകുന്നില്ല. ആ പൂക്കളിൽ ചിലത് കടും നിറമുള്ള മഞ്ഞയും മറ്റു ചിലത് ചുവപ്പുമാണ്. മുൻപൊക്കെ അവൾ പൂക്കൾ വിരിയുന്നതിലും അതിൻ്റെ നിറവുമൊക്കെ ആസ്വദിച്ച് സന്തോഷിക്കുമായിരുന്നു. എന്നാൽ ഇന്ന് അവളുടെ മനസ്സ് നിറയെ സങ്കടമാണ്.
അവളുടെ ഹസ്ബൻഡ് നഷ്ടമായതിനു ശേഷം അവളുടെ ജീവിതം അടിമുടി മാറി. അവളുടെ ജീവിതത്തിന് ഒരു ട്രാൻസിഷനാണ് സംഭവിച്ചത്. ടുഡേ മൈ സൺ ടോൾഡ് മീ ദാറ്റ് ഇൻ ദ മെഡോസ് അറ്റ് ദ എഡ്ജ് ഓഫ് ദ ഹെവി വുഡ്സ് ഇൻ ദ ഡിസ്റ്റൻസ് ഹി സോ ട്രീസ് ഓഫ് വൈറ്റ് ഫ്ലവേഴ്സ്. ഐ ഫീൽ ദാറ്റ് ഐ വുഡ് ലൈക്ക് ടു ഗോ ദർ ആൻഡ് ഫാൾ ഇൻ ടു ദോസ് ഫ്ലവേഴ്സ് ആൻഡ് സിങ് ഇൻ ടു ദ മാർഷ് നിയർ ദം. ഇവിടെ സ്പീക്കർ അവളുടെ മകനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. അവളുടെ മകൻ അവളോട് അവൻ കണ്ട കാഴ്ചയെ പറ്റിയാണ് ഈ വരികളിൽ പറയുന്നത്. അങ്ങ് ദൂരെ ഒരു കാട്ടിൽ വെളുത്ത പൂക്കളുള്ള മരങ്ങൾ അവൻ കാണുകയും അവയെപ്പറ്റി അമ്മയോട് വന്ന് സംസാരിക്കുകയും ചെയ്യുന്നു. മകൻ കണ്ട കാഴ്ചയെപ്പറ്റി പറഞ്ഞപ്പോൾ അവൾക്കും അവിടെ പോകാൻ വലിയ ആഗ്രഹം തോന്നുന്നു. ഇവിടെയാണ് കവിത അവസാനിക്കുന്നത്. ഇനി നമുക്ക് തീംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ലോസ്, ഗ്രീഫ് ആൻഡ് ഡെസ്പയർ, ലൈഫ് ആൻഡ് ഡെത്ത്. ലോസ്, ഗ്രീഫ് ആൻഡ് ഡെസ്പയർ. അവരുടെ ഹസ്ബൻഡ് 35 വർഷം കൂടെ ഉണ്ടായിരുന്ന ഹസ്ബൻഡ് ഇപ്പം മരണപ്പെട്ടിട്ടാണുള്ളത്. അവർക്ക് അത് വലിയൊരു തീരാ നഷ്ടമാണ് അല്ലേ. ലോസാണ്, അവരുടെ സങ്കടമാണ്, നിരാശയാണ് അവരുടെ ഹസ്ബൻഡ്. ഓക്കെ, അവരിപ്പോൾ ഹസ്ബൻഡ് മരിച്ചതുകൊണ്ട് തന്നെ ഒന്നിലും സന്തോഷവതിയല്ല. മുൻപേ അവർ സന്തോഷിച്ചിരുന്ന പല കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ കാണുമ്പോൾ പോലും അവരുടെ മനസ്സിനിപ്പോൾ സന്തോഷം തോന്നുന്നില്ല. അവരുടെ മുറ്റത്ത് ഒരുപാട് പുൽത്തകിടുകളും കുഞ്ഞു കുഞ്ഞു പൂക്കളും ഒക്കെ വിരിയുമായിരുന്നു സ്പ്രിംഗ് ടൈമിൽ. പക്ഷേ അതൊന്നും കാണുമ്പോൾ ഇപ്പോൾ അവർക്ക് സന്തോഷം തോന്നുന്നില്ല. കാരണം അവരുടെ ലൈഫിൽ വലിയൊരു പാർട്ട് അവർക്ക് നഷ്ടപ്പെട്ടിട്ടാണുള്ളത്.